ഞാൻ ദൈവമാണ്, ഞാൻ ആൾ ദൈവമാണ്, എനിക്ക് എല്ലാ പ്രശ്നങ്ങളും എനിക്ക് അറിയാം, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് അറിയാൻ പറ്റും, എനിക്ക് നിങ്ങളെ സാധാരണക്കാരായ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ കുപ്രചരണം നടത്തിയിട്ട് 990 വരെ ഒരു സാധാരണ കോൺസ്റ്റബിൾ ആയിരുന്ന ഒരു പുള്ളി ഇപ്പോൾ ഭോലെ ബാബ എന്ന രീതിയിൽ യു പിയിലെ അത്രാസിൽ സാധാരണ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് കൊന്നു കളഞ്ഞത് ആ 122 സാധാരണക്കാരായ ജനങ്ങളാണ്. 122 സാധാരണ ജനങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് സ്ത്രീകളാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം 122. ഇങ്ങേരൊരു പ്രോഗ്രാം വെച്ചപ്പോൾ ഇങ്ങേരുടെ നടന്നു പോയ മണ്ണെടുക്കാനും കാറിലാണ് പുള്ളി വന്നത്. ആ കാറ് കയറിപ്പോയി ആ മണ്ണെടുക്കാനും വേണ്ടി തിക്കിലും തിരക്കിലും പെട്ടിട്ട് മരണപ്പെട്ട 122 ജനങ്ങളാണ്. ഇപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? കേന്ദ്ര സർക്കാർ 2 ലക്ഷം പ്രഖ്യാപിച്ചു, സംസ്ഥാന സർക്കാർ 2 ലക്ഷം പ്രഖ്യാപിച്ചു. അതിനു മുമ്പാണ് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാണ്ടിരുന്നത്. 80,000 പേര് പങ്കെടുക്കേണ്ട ചടങ്ങിൽ 2.5 ലക്ഷം ആൾക്കാരാണ് വന്നത്. അപ്പോൾ എന്തുകൊണ്ട്? അവിടെ വെള്ളമുണ്ടോ? അവർക്ക് ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ എത്രയോ പുറം രാജ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പായിട്ട്. GCCയിലൊക്കെ, ദുബായിലും അബുദാബിയിലൊക്കെ ഉണ്ടായവർക്കറിയാം എന്തൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എല്ലാം അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് നമ്മൾ മുമ്പേ അറിയിക്കണം, എന്നാലേ നമുക്ക് പ്രോഗ്രാമിനുള്ള അനുവാദം തരുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഇത് കഴിഞ്ഞിട്ട് എന്താ കാര്യം? ഈ കഴിഞ്ഞിട്ട് ഇവർ രാഷ്ട്രീയക്കാരെ തോളിലിരിക്കുന്ന പുള്ളിയാണ് ഈ ഭോലെ ബാബ. അതുകൊണ്ടാണ് ഈ പ്രശ്നം. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് കിട്ടുന്ന മനുഷ്യൻ്റെ ജീവനാണ്, ഒരു വാല്യൂ ഇല്ലാത്ത സാധനം. പിന്നെ എന്തിനാണ് ഇപ്പോൾ 2 ലക്ഷം കൊടുക്കുന്നത്? അവിടെ ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് അവിടെ ആംബുലൻസ് ഉണ്ട്. അവിടെ ഒരു പ്രശ്നം വന്നാൽ, ഒരു ഫയർ ഇഷ്യൂ വന്നാൽ അതിനുള്ള അത് സാധൂകരിക്കാനുള്ള സിസ്റ്റം ഉണ്ടോ? അവിടെ സാധാരണക്കാർക്ക് വെള്ളമുണ്ടോ? എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അവിടെ ആംബുലൻസ് ഉണ്ടോ? അവിടെ അടുത്ത് ഹോസ്പിറ്റലുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടത് അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ 12 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്. അവിടെ ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോകാനുള്ള റോഡും മോശമായിരുന്നു, ആംബുലൻസ് ഉണ്ടായിരുന്നില്ല, ആംബുലൻസ് എത്താൻ ലേറ്റായി. അപ്പം ആദ്യം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറാണ് മാറ്റേണ്ടത്, അല്ലാതെ മരണപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? കാരണം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. ഈ BJP സർക്കാർ തൊഴിലില്ല, ഉണ്ടായ തൊഴിലും കളഞ്ഞു. നോട്ട് നിരോധിച്ചിട്ട് അവരിലുണ്ടായ കയ്യിലുണ്ടായ പൈസയും പോയി, എല്ലാം ചെറുകിട സ്ഥാപനങ്ങൾ എല്ലാം നശിച്ചു. അതുകൊണ്ടാണ് ഇവർ ഇതിലൊക്കെ ഇങ്ങനെ ആകൃഷ്ടരാകുന്നത്. ഇവർക്കൊരു അട്രാക്ഷൻ കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതിലൊക്കെ. എന്തുകൊണ്ടാണ് ഇവിടെ ലോട്ടറിയും നമ്മുടെ റമ്മി സർക്കിൾ പോലെയൊക്കെയുള്ള പ്രോഗ്രാം ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത്? എന്തുകൊണ്ടാണ്? നമുക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാമെന്നുള്ള ത്വര അത് വരുന്നത് കൊണ്ടാണ് ഇതൊക്കെ സക്സസ് ആവുന്നത്. അതിനാണ് ഇവർ ഇതേപോലുള്ള കള്ളന്മാർ, രാഷ്ട്രീയക്കാരുടെ കൈ പിടിച്ചിട്ട് വളർന്നു വന്ന ഇതുപോലെയുള്ള കള്ളന്മാർ, ഭോലെ ബാബയെ പോലെയുള്ള കള്ളന്മാർ ഇങ്ങനെ സാധാരണ ജനങ്ങളെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞു വിടുന്നത്. എന്തുകൊണ്ട്? ഇപ്പോൾ ഓഷോയുടെ കാര്യം നമുക്കറിയാം. എനിക്കിഷ്ടമുള്ള ഒരാളാണ് ഓഷോ. അത് ആൾദൈവമൊന്നുമല്ല, പുള്ളി ഒരു ആത്മീയ ആചാര്യൻ, ആ രീതിയിലാണ് പുള്ളി അറിയപ്പെടുന്നത്. എന്തുകൊണ്ട് അമേരിക്കയിൽ പോയപ്പോൾ അവിടുന്ന് പുള്ളിയെ അവിടത്തേക്ക് പറഞ്ഞയച്ചു? അവർ ഇന്ത്യക്കാരനായിരുന്നല്ലോ. അമേരിക്കയിൽ പോയിട്ട് അവിടെ പുള്ളി ഒരു ആശ്രമം ഉണ്ടാക്കി. അവിടുന്ന് ഒരു വർഷത്തിൻ്റെ അടുത്തേ പുള്ളി ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഗവൺമെൻറ് തിരിച്ചയച്ചു? അവിടുത്തെ ജനങ്ങൾക്ക് തെറ്റായ രീതിയിൽ പോകുന്നുണ്ട്, അവരുടെ മൈൻഡ് സെറ്റ് മാറുന്നുണ്ട്. ആ കൾച്ചർ നമ്മുടെ ജനങ്ങൾക്ക് ഈ അമേരിക്കയിലെ പൗരന്മാർക്ക് അതൊരു പ്രശ്നമാവും എന്ന രീതിയിലായപ്പോഴാണ് അവിടെ നിന്ന് ഓഷോയെ പുള്ളി അവർ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത്. അപ്പോൾ അവർക്ക് ഏറ്റവും മുൻഗണനയുള്ളത് പൗരന്മാരുടെ സുരക്ഷയാണ്. അവരുടെ ഇലക്ഷൻ സമയം 1 മാസം മാത്രമല്ല അവർക്ക് ഈ പൗരന്മാരെ ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് അവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, ഓഷോയെ പറഞ്ഞയച്ചത്. അവരുടെ ലൈഫ് സ്റ്റൈല് അവിടുത്തെ ഗവൺമെൻറ്റിനെയും അവിടുത്തെ പൗരന്മാരെയും ബാധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള സിസ്റ്റം വരുന്നില്ല? ഇങ്ങനെയുള്ള എത്രയോ ആൾദൈവങ്ങൾ നമുക്കറിയാം. ബാബ രാംദേവിനെ പോലെ, നിത്യാനന്ദയെ പോലെ എത്ര എക്സാമ്പിൾസാണ് നമുക്കുള്ളത്. അതൊക്കെ നമ്മൾ എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ, സർക്കാർ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നു? വളം വെച്ച് കൊടുക്കാൻ ഒരു റീസണേ ഉള്ളൂ. ഇവരെ പണം രാഷ്ട്രീയക്കാർക്ക് വേണം, ഇവരെ സ്വാധീനം വേണം, ഇവരെ ജനങ്ങൾ വേണം. ഇവരൊരു സമ്മേളനത്തിൽ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ജനങ്ങളൊക്കെ അവർ വോട്ട് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇഷ്യൂ തന്നെ ആ സംഘാടകനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭോലെ ബാബ എന്നുള്ള പുള്ളി ഒളിവിലാണ്.
പുള്ളി ദൈവമാണല്ലോ, പുള്ളിക്ക് അപ്പോൾ ഇത് മുമ്പേ അറിയില്ലേ, ഇങ്ങനൊരു ഇഷ്യൂ വരാനുണ്ട്, ഇങ്ങനെ 122 ആൾക്കാർ മരിക്കാൻ സാധ്യതയുണ്ട്, നമുക്ക് ഇതൊക്കെ നമുക്ക് എനിക്ക് മുമ്പേ പുള്ളിക്ക് ഇൻഫോം ചെയ്തുകൂടെ? പുള്ളി ദൈവമല്ലേ, എന്താ പുള്ളിക്ക് ഇൻഫോം ചെയ്താൽ? അപ്പോൾ ഇതേപോലുള്ള കള്ളന്മാരെ വിശ്വസിക്കാതിരിക്കുക. ഞാൻ ഇത് കണ്ടിരുന്നു, ഇലക്ഷൻ സമയത്ത് കുറേ ആർട്ടിക്കിൾ കണ്ടിരുന്നു. ഈ UP-യിലെ ഗ്രാമത്തിലൊക്കെ പോയിട്ട് മീഡിയ 1 ഇന്ത്യ തോന്നുന്നു ഒരു ന്യൂസ് ഒരു ആർട്ടിക്കിൾ കണ്ടിരുന്നു. അവിടെ അവർ ജനങ്ങളായിട്ട് സംവദിക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് നരേന്ദ്രമോദി ആരാണെന്നോ രാഹുൽ ഗാന്ധി ആരാണെന്നോ ഇന്ത്യയുടെ പേര് ഇപ്പോൾ ഭാരതമായിരുന്നു അതൊന്നും അവർക്കറിയില്ല. അങ്ങനെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇവരാണ് ഏറ്റവും കൂടുതൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഭോലെ ബാബ എന്നുള്ള ആ പുള്ളി ഈ ഇഷ്യൂ കഴിഞ്ഞിട്ട് അപ്പോൾ കാറി കയറി പോയതാണ്. ഇതുവരെ ഹോസ്പിറ്റലൊന്ന് വിസിറ്റ് ചെയ്യാനോ എൻ്റെ നല്ലൊരു മനുഷ്യനാണെങ്കിൽ പോട്ടെ, ആൾദൈവം അത് പറ്റിക്കാമെന്ന് വിചാരിക്കുക. ഈ ജനങ്ങളെ പൈസ കൊണ്ടല്ലേ ഇങ്ങനെ ഈ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കിയത്. അങ്ങനെ വീട് കണ്ടാൽ നമുക്കറിയാം എത്ര കോടി. 1990 ഒരു കോൺസ്റ്റബിളായിട്ട് വിരമിച്ച പുള്ളിയാണിത്. ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അതിന് ശേഷമാണ് പുള്ളി ഈ റിട്ടയർഡ് ആയതിനു ശേഷമാണ് പുള്ളിക്ക് ഇത് നല്ലൊരു ബിസിനസ് ആണല്ലോ. ഒന്നാമത് ഈ ഉൾഗ്രാമങ്ങളൊക്കെ അവർക്ക് ഒരു രീതിയിലുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദിവാസികൾക്ക് എന്നൊക്കെ പറയില്ലേ, അത് ഈ കാട്ടിൽ ജീവിക്കണമെന്നില്ല. നാട്ടിൽ ജീവിക്കുന്നവരും ആദിവാസികൾ ഇഷ്ടം പോലെയുണ്ട്. കാരണം അവർക്ക് അവരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ആദിവാസികൾ എന്ന് പറഞ്ഞ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, നമ്മുടെ ഇലയും കാര്യങ്ങളൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ ഉണ്ടാക്കി, അങ്ങനെയല്ല. ഇതും ഒരു തരം ആദിവാസികൾ തന്നെയാണ്. ഇവർക്ക് പുറരാജ്യത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയില്ല. അന്ധമായ വിശ്വാസമാണ്. എന്ത് കിട്ടിയാലും അന്ധമായി വിശ്വസിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ കോടിക്കണക്കിന് രൂപയാണ് ഇവരുണ്ടാക്കുന്നത്. പുള്ളി ഇതുവരെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാനോ ഇതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നിനും ഇതുവരെ നിന്നിട്ടില്ല. അപ്പോൾ ഇനി മുതൽ ഈ ആൾദൈവങ്ങൾ എന്നുള്ള ഈ പ്രോസസ്സ് അതിനെതിരെ ഗവൺമെൻറ് മുമ്പിലോട്ട് വരണം. അങ്ങനെയുള്ള നമുക്ക് എത്രയോ ഇഷ്യൂ നമുക്കറിയാം. എത്രയോ ആൾദൈവങ്ങൾ നമ്മൾ പിടിച്ചു. എത്രയോ ആൾദൈവങ്ങൾ ഇപ്പോൾ ജയിലിലാണ്. നിത്യാനന്ദനെ പോലെ ഒരു പഞ്ചാബിലൊരു പുള്ളി ഉണ്ടായിരുന്നു, പുള്ളി ജയിലിലാണ്. ഇഷ്ടം പോലെ ഏറ്റവും വലിയ കള്ളനാണ് ഇതിൽ ഏറ്റവും വലിയ കിങ്ങാണ് ബാബ രാംദേവ്. അത് പിന്നെ ഇവരെ തൊട്ടിലാണ് ആടിക്കൊണ്ടിരിക്കുന്നത് BJPയുടെ. അപ്പം ഇവരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടിട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം അവയർനെസ് കൊടുക്കണം. അതിനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ഇനി. അല്ലെങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ ഇഷ്ടം പോലെ ഇനിയും സംഭവിക്കും. അറ്റ്ലീസ്റ്റ് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ഒന്ന് സ്ട്രോങ് ആക്കുക. അറ്റ്ലീസ്റ്റ് എന്തൊക്കെ നമുക്ക് വേണം ഇൻഫർമേഷൻ കൊടുക്കുക, എന്തൊക്കെ പ്രോസസ് ഗവൺമെൻറ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഇൻഫോം ചെയ്താൽ ജനങ്ങൾക്ക് പേടി വരും അതിനുള്ള. അപ്പോൾ ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് നമ്മളെ നാട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് ഇതേപോലെ. അപ്പോൾ അതിനൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക. ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണം, ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, അപ്പോൾ അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് അതിനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് തീർച്ചയായും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.